ചെയ്യേണ്ട ഒരു മേഖലയാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. കാരണം ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് എത്തുക. അപ്പൊ അവിടെ നമുക്ക് കിട്ടേണ്ട സർവീസ്, ഐ മീൻ ഒരു പേഷ്യന്റ് ആയി നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മൾ എത്രത്തോളം പ്രതീക്ഷിച്ചിട്ടാണ് അവിടെ ചെല്ലുന്നത്. അപ്പൊ ആ സമയത്ത് കയറി വരുമ്പോ തന്നെ നമ്മുടെ മൂഡ്, അതായത് ഹോസ്പിറ്റൽ പിന്നെ റിസപ്ഷനിൽ ഇരിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ മൂഡ് ക്ലിയർ അല്ല. അപ്പൊ ഇവര് വന്ന് നമ്മളോട്, ഇവരത്രയും ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പൊ അവർ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രോഗിയെ കുറിച്ചും രോഗിയുടെ അസുഖത്തെ കുറിച്ചും നേരത്തെ കാണിച്ച ഹോസ്പിറ്റലിനെ കുറിച്ചും ഒക്കെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ നമ്മുടെ വർക്ക് മാത്രം എടുത്ത് നിന്നാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളാണ് ആ ഒരു പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ എന്നുള്ള രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നോർമലി നമ്മൾ ആകെ ഭയങ്കരമായിട്ട് നമ്മൾ ഡെസ്പാവും അല്ലെ? കാരണം നമ്മൾ ഒരു പേഷ്യന്റിനെ അത്രയും കെയർഫുൾ ആയിട്ട് കൊണ്ടുവന്നിട്ട് ഹോസ്പിറ്റലിൽ നമുക്കൊരു ഒരു കെയറിങ് കിട്ടുന്നില്ല എന്നുള്ളൊരു മൈൻഡിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ അതെന്തിനാണ് ബാധിക്കുക? ആ ഹോസ്പിറ്റലിന്റെ ബിസിനസിനെയാണ് ബാധിക്കുക. കാരണം എല്ലാം ഒരു സർവീസ് ആണെങ്കിൽ പോലും ബിസിനസ് കൂടിയാണ്. അവിടെയാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും കൂടുതലായിട്ട് പേഷ്യന്റിനെ ബൈസ്റ്റാൻഡേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അവരുടെ ഇമോഷൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് നമ്മളാണ്. ഒരു ഡോക്ടറെക്കാളും ഒരു നഴ്സിനെക്കാളും ഒക്കെ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സിന്റെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടത് നമ്മളാണ്. അപ്പൊ അവിടെ നമ്മുടെ റോളാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ എച്ച് ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പൊ അതിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാനിപ്പോ തരുന്നത്. എച്ച്.ആർ.എം ആണ് ആ ഒരു ഹോസ്പിറ്റലിനെ നല്ലതോ ചീത്തയോ ഒന്ന് പറയിപ്പിക്കാൻ ഉതകുന്ന വലിയൊരു ഘടകം. അപ്പൊ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഈ കോഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് എച്ച്.ആർ.എം, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആയിട്ട് വരുന്നത്. അവിടെ മാനേജ്മെന്റുമായിട്ടും അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സുമായിട്ട് ഇടയിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ എച്ച്.ആർ. മാനേജറാണ്. എച്ച്.ആർ. മാനേജറിന്റെ പോസ്റ്റിൽ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരാളെ അല്ല പോസ്റ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ആ ഹോസ്പിറ്റലിന്റെ ഗുഡ് വില്ലിനെ അത് ബാധിക്കും. ആ ഗുഡ് വില്ല്, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഗുഡ് വില്ലാണ് ഇമ്പോർട്ടൻറ്റ്. മേ ബി ചിലപ്പോ അവിടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ അവിടെ കയറി ചെല്ലുമ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റലിലോട്ട് എത്തുമ്പോൾ തന്നെ നമ്മളെ സ്വീകരിക്കുന്ന രീതി, അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് കേൾക്കുന്ന ആളുകൾ, നമ്മൾ എന്തെങ്കിലും ഇമോഷണലി എന്തെങ്കിലും ബിഹേവ് ചെയ്യുന്ന സമയത്ത് നമ്മളെ റിലാക്സ് ആക്കി നമ്മളെ ഹാപ്പി ആയിട്ട് നിർത്തുന്ന സ്റ്റാഫാണ് ആ ഹോസ്പിറ്റലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ ഹോസ്പിറ്റലിലോട്ട് തന്നെ പോവില്ലേ? കാരണം അവിടെ നമുക്ക് ഒന്നും കൂടെ റിലാക്സ്ഡ് ആണ്. രോഗമെന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്. ഗൗരവമുള്ളതുണ്ട്, അതുപോലെ തന്നെ നോർമലി ചിലപ്പോ ഒരു മനസ്സിലൊക്കെ തോന്നുന്ന രീതിയിൽ നമ്മൾ പറയും. ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ പറയും എനിക്ക് വയറ് വേദനിക്കുന്നേ, എനിക്ക് സ്കൂളിൽ പോണ്ടാന്ന് പറയും. പക്ഷെ അത് അവന്റെ ഒരു തോന്നലായിരിക്കാം. അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ അവിടെ നമ്മുടെ, അതായത് ഫസ്റ്റ് ഹോസ്പിറ്റലിലോട്ട് എത്തി ആരായിട്ടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ ആളുടെ ഇടപെടലുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്. ഇപ്പൊ പലപ്പോഴും നമ്മൾ മെഡിക്കൽ കോളേജുകളിൽ കൊണ്ടുപോകാൻ മടിക്കും. മെഡിക്കൽ കോളേജുകളിൽ നല്ല നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ്? നമ്മൾ അവിടെ കൊണ്ടു ചെന്നാൽ നമ്മൾ അടുത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ, എന്താണ് രോഗം, എന്തു പറ്റി, എങ്ങനെയാ, എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് ഒരു നേഴ്സോ ഒരു അറ്റൻഡറോ ഒക്കെ വരുന്നുണ്ടോ എന്നുള്ളതല്ലേ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. അങ്ങനത്തെ ഒരു കെയറിങ് നമുക്ക് മെഡിക്കൽ കോളേജുകളിൽ കിട്ടുന്നില്ല. കാരണം എന്താണ്? മെഡിക്കൽ കോളേജുകളിൽ നമ്മുടെ അസുഖത്തിനേക്കാളും സീരിയസ് ആയിട്ടുള്ള രോഗികൾ തൊട്ടപ്പുറത്തെ ബെഡിൽ കിടക്കുന്നുണ്ടാവാം.
അപ്പൊ ഈ നഴ്സുമാരും ഡോക്ടേഴ്സും ഒക്കെ ആരെ കെയർ ചെയ്യായിരിക്കും? ആ പേഷ്യൻസിനെ ആയിരിക്കും കെയർ ചെയ്യുക, അല്ലെ? അവിടെ നമ്മൾ ചിന്തിക്കുക എന്താണ്, ഒത്തിരി കഷ്ടപ്പെട്ട് നമ്മൾ ഓടിക്കതച്ച് ഇവിടെ എത്തിയിട്ട് നമ്മൾ ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നല്ലേ ചിന്തിക്കുക. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ ഡിസിഷൻ മാറ്റും, നമുക്ക് ഇവിടുന്ന് പോവാം, ഇവിടെ ആരും നോക്കുന്നില്ല. നിങ്ങൾ ചെയ്യാറില്ലേ? നമ്മൾ പറയില്ലേ? നമ്മൾ നമ്മളെ പ്രിയപ്പെട്ടവരെയും കൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയതെന്ന് നമ്മൾ പറയും. അപ്പൊ അവിടെയാണ് ഈ HR മാനേജറുടെ ഇമ്പോർട്ടൻസ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് plays a pivotal role in the healthcare sector, serving as a cornerstone of effective and efficient hospital administration. ഒരു മൂലക്കല്ല് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വീടിനൊക്കെ തറക്കല്ലിടുമ്പോൾ മൂലക്കല്ലാണ് വെക്കുക, അതായത് ഒരു കോർണർ, കിഴക്ക് പടിഞ്ഞാറ് മൂലയിലുള്ള കല്ല് വെക്കും, അതാണ് മൂലക്കല്ല് എന്ന് പറയും. അതേ രീതിയിൽ തന്നെയാണ് ഹോസ്പിറ്റലിലെ HR മാനേജ്മെന്റ്. ഞാൻ കൂടുതലായിട്ട് ടെക്സ്റ്റിലേക്ക് പോകുന്നില്ല, കാരണം നിങ്ങൾക്ക് ഇന്ന് ഇതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഈ ഒരു കോഴ്സിന്റെ സീരിയസ്നെസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എടുത്ത ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് എന്നോടൊന്ന് ഡിസ്കസ് ചെയ്യാമോ? തസ്കീന നന്നായി റീഡ് ചെയ്യാറുണ്ടോ? എന്താണ് മാം വായന ചോദിച്ചു? കേട്ടില്ല. വായന ഇഷ്ടമാണോ? അതായത് ഇപ്പൊ നമ്മൾ കോഴ്സാണോ? അല്ല, നോർമലി റീഡിങ് ഇഷ്ടപ്പെടുന്ന ആളാണോ? റീഡിങ് ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ കുറെ കാലമായിട്ട് റീഡിങ് ഇല്ല. അപ്പൊ അല്ല, ഞാൻ എന്താ പറയുക, പുറകിലൊരു ലൈബ്രറി പോലെ എനിക്കൊന്ന് ഫീൽ ചെയ്തു. അത് വിർച്വൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഏ? അത് വിർച്വൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഓ, ഐ സി. ഫറാശയും വെർച്വൽ ബാക്ക്ഗ്രൗണ്ടിലാണോ? അത് മക്കളാക്കിയതാണ്. ഏ? മോനാക്കിയതാണ് ഓൺലൈൻ ക്ലാസ്സിൽ. എന്റെ ക്യാമറ ബാക്കാല്ലേ? ഒന്ന് പറയൂ. മാം ഇങ്ങനെയൊക്കെ ഒരു ലൈബ്രറി ഒക്കെ സ്വന്തമാണെന്ന ആഗ്രഹം, പക്ഷെ അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഒരുപാട് ബുക്സ് വായിച്ചു, പിന്നെ അത് സ്റ്റോപ്പ് ആയി പോയി. അതെയാ? ഓക്കെ, അതൊക്കെ സാധിക്കും. കാരണം നമ്മള് വായിച്ച് വളരുക എന്നാണ്. ഒരു 10 വർഷം കൂടെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കുള്ളൂ. 10 വർഷം കഴിയുന്നതോടുകൂടി ഇപ്പൊ തന്നെ പലരും മൊബൈൽ ഫോൺ അഡിക്ഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഫോൺ മാറ്റി വെക്കുന്നു. അതുപോലെ തന്നെ ഈ ഓവറായിട്ട് സോഷ്യൽ മീഡിയയിൽ ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗുണകരമല്ല എന്നുള്ള രീതിയിൽ വെർച്വൽ ഒഴിവാക്കിയിട്ട് റിയൽ ആയിട്ടുള്ള കൂടിക്കാഴ്ചകളും മീറ്റപ്പുകളും ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻവോൾവ് ആവും, ഇല്ലേ? തിരികെ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് പോകുമെന്നാണ് പല വിദഗ്ധരുടെയും അഭിപ്രായം. അപ്പൊ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ എനിക്ക് ആൻസർ കിട്ടിയില്ല. നിങ്ങൾക്ക് ഇത് ഏത് വരെയുള്ള പോയിന്റ്സ് നിങ്ങളൊന്ന് പറയൂ. സഫ്വാന, ഫറാഷ, സുൽത്താന, അതുപോലെ തസ്കീന. ലെസൺ 7 അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് ആണ്. സൗണ്ട് ഇല്ല. ലാസ്റ്റ് എടുത്ത ചാപ്റ്റർ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് ആണ്, ലെസൺ നമ്പർ 7. മെഡിക്കൽ റെക്കോർഡ്സിന്റെ വരെ. മെഡിക്കൽ റെക്കോർഡ്സ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതിൽ ഇങ്ങനെ ഹൗ ടു സ്റ്റോർ ദ ഓൾഡ് മെഡിക്കൽ റെക്കോർഡ് വരെയാണ് എടുത്തത്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ റെക്കോർഡ്സും. പിന്നെ ഏതാ ഭാഗം? ഇൻഷുറൻസ് പോളിസി അണ്ടർ ഗവൺമെന്റ് അതെടുത്ത്, അതാണ് ലാസ്റ്റ്. ഇൻഷുറൻസ്. ഇൻഷുറൻസ് പോളിസി അണ്ടർ ഗവൺമെന്റ്, അതാണ് ഓക്കെ. ലാസ്റ്റ്. ഈ അഡ്മിനിസ്ട്രേറ്റീവില് HR മാനേജർ വന്നിരുന്നോ? അത് മുന്നത്തെ ഒരു പോർഷനിൽ ജസ്റ്റ് റഫായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം. റഫായിട്ട് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഈ അഡ്മിനിസ്ട്രേഷന്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അഡ്മിനിസ്ട്രേഷനിലാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. കാരണം മെഡിക്കൽ റെക്കോർഡ്സും ഇൻഷുറൻസ് പോളിസിയും ഒക്കെ മേ ബി നോർമലി നമുക്ക് ഫ്രണ്ട് ഡെസ്ക് ആണ് നമ്മൾ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബാധിക്കുന്നില്ല, കാരണം നമുക്ക് അഡ്മിനിസ്ട്രേഷൻ മാത്രമാണ് വരുന്നത്.
മെഡിക്കൽ റെക്കോർഡ്സ് അതുപോലെ തന്നെ ഇൻഷുറൻസ് പോളിസി. മെഡിക്കൽ റെക്കോർഡ്സ് അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പോകും. ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ആളുകൾ. ഇതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആദ്യം അഡ്മിനിസ്ട്രേഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. ഇവിടെ അഡ്മിനിസ്ട്രേഷനിലാണ് കൂടുതലായിട്ടും നമുക്ക് വർക്ക് വരിക. നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞാൽ ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ ഓരോ സെക്ഷൻ വൈസ് എല്ലാ സെക്ഷനിലും നമുക്ക് ഡ്യൂട്ടി ഉണ്ടാവാം കേട്ടോ. ഫ്രണ്ട് ഡെസ്ക് വരാം. അതുപോലെ തന്നെ ഈ നഴ്സുമാരെ നമ്മൾ പോസ്റ്റ് ചെയ്യില്ലേ, അതിൽ വരും. ഓരോ ഫ്ലോറിൽ ഇപ്പൊ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലോർ ഉണ്ടാവും, അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അപ്പൊ അവിടെ ഓരോ വിഭാഗത്തിലേക്കും ആവശ്യമുള്ള സ്റ്റാഫിനെ സ്റ്റാഫിനെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ HR മാനേജറാണ്. അപ്പൊ ഈ HR മാനേജർ അറിയണം ഓരോ സ്റ്റാഫിനെ കുറിച്ച്. ഈവൻ ക്ലീനിങ് സ്റ്റാഫിനെ വരെ നമ്മൾ അറിയണം. ക്ലീനിങ് സ്റ്റാഫ് പ്രോപ്പർ ആയിട്ട് ഇപ്പൊ മേ ബി ചിലപ്പോൾ നമുക്ക് ക്ലീനിങ് സെക്ഷന്റെ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് ആയിട്ടായിരിക്കും പോസ്റ്റിംഗ് വരിക. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട് പോസ്റ്റിംഗ് വരുന്ന സമയത്ത് ഇൻ കേസ് ആ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും ഒരു ക്ലീനിങ് പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഇപ്പൊ പൈപ്പ് പൊട്ടി ലീക്ക് ആവുക, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ ഫ്ലഷ് ആകെ ജാമായി കിടക്കുക, ഇതൊക്കെ അതിൽ ടെക്നീഷ്യന്മാരുണ്ടായിരിക്കും. പക്ഷെ ഇതിന്റെ ക്വസ്റ്റ്യൻ ആരെടുത്താ വരിക? അത് ഹാൻഡിൽ ചെയ്യണ ഡിപ്പാർട്ട്മെന്റൽ ഹെഡിന്റെ അടുത്താണ് വരിക. എന്തുകൊണ്ട് ഈ ഒരു പ്രശ്നം പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്തില്ല? അപ്പൊ അവിടെ ആരൊക്കെ അറിയണം? നമ്മള് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനെ അറിയണം, നഴ്സുമാരെ അറിയണം, സ്റ്റാഫ് നഴ്സിനെ, നോർമലായിട്ട് വരുന്ന നഴ്സുമാരെ, BSc നഴ്സിംഗ്, അതുപോലെ GNM, ANM, DHA, പിന്നെ DHA ഉണ്ട്, 6 മാസത്തെ കോഴ്സ്. അപ്പം നമുക്ക് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ DHA ആണ് വരുന്നത്. ആ DHA അല്ലാത്തൊരു DHA ഉണ്ട് അസിസ്റ്റ് ചെയ്യുന്ന, GNM-ന് ANM-ന് അസിസ്റ്റ് ചെയ്യുന്ന ഒരു DHA കോഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കൃത്യമായിട്ട് പറയാം, ഇപ്പൊ BSc നഴ്സിംഗ് ആളുകൾക്ക് അവർക്ക് കൃത്യമായിട്ട് ഒരു പേഷ്യന്റിനെ, ഇപ്പം ഡോക്ടർ കഴിഞ്ഞാൽ ആ പേഷ്യന്റിന്റെ A to Z കാര്യങ്ങൾ ആരറിയണം? BSc നഴ്സിംഗ് കഴിഞ്ഞ സ്റ്റാഫ് അറിയണം. GNM ആണെങ്കിൽ BSc നഴ്സിംഗ് ആരാണ് ഈ സൂചി ഒക്കെ മെയിൻ സൂചി വെക്കില്ലേ ഞരമ്പില്, എന്നിട്ട് നമുക്ക് അവിടെ ഇട്ട് തരില്ലേ, അത് ഒട്ടിച്ചിട്ടാണല്ലോ പിന്നെ അതിലൂടെയാണല്ലോ മെഡിസിൻ കയറ്റുക. അപ്പൊ അതൊക്കെ BSc നഴ്സിംഗ് ആണ് ചെയ്യുക. GNM-മാർക്ക് അത് വെക്കാനുള്ള റൂളില്ല. അവർക്ക് BSc നഴ്സിംഗ്കാർ കൊടുക്കുന്ന മെഡിസിൻ കൃത്യമായിട്ട് കൊടുക്കാനുള്ള റൂളേ ഉള്ളൂ. പിന്നെ ലാബിലൊക്കെ ആണെങ്കിൽ ബ്ലഡ് എടുക്കാം, അങ്ങനെ വലിയ വലിയ ഡ്യൂട്ടീസ് ഒക്കെ BSc നഴ്സിംഗ് ആണ്. ഈ BSc നഴ്സിംഗ് കഴിഞ്ഞ നഴ്സുമാരെ അസിസ്റ്റന്റ് ചെയ്യലാണ് GNM-ന്റെ ഡ്യൂട്ടി. ANM ആവുമ്പോൾ അതിന്റെ അസിസ്റ്റ് ചെയ്യാണ് പേഷ്യന്റ് കെയർ. അവിടെ പേഷ്യന്റിന്റെ ശരീരത്തിൽ അഴുക്ക് നീക്കുക, ബെഡ്ഷീറ്റ് ക്ലീൻ ആക്കുക, അത്തരം കാര്യങ്ങളൊക്കെ. പിന്നെ അതിന്റെ താഴെ വരുന്നതാണ് ഈ DHA വരുന്നത്. അവര് യൂറിനൊക്കെ ഒഴിവാക്കിയില്ലേ, അതുപോലെ വീൽ ചെയർ തള്ളിക്കൊണ്ട് പോവുക, ഇതൊക്കെയാണ് ഏറ്റവും താഴെ. ANM-മാർക്ക് പിന്നെ ഈ OP ഡ്യൂട്ടിയും കൂടെ ഉണ്ടാവും. OP-യിൽ പേഷ്യൻസിനെ വിളിക്കാൻ. മാം can I ask you a question? യെസ്. നമ്മൾ എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതാ? മനസ്സിലായില്ല, ഏതാ നെയിം ഒന്ന് പറയാം. ഇല്ല, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഇപ്പൊ എന്റെ കൈ കിട്ടിയിട്ടില്ല. ഞാനിപ്പം നോർമൽ ആയിട്ട് എടുക്കുന്നത് അഡ്മിനിസ്ട്രേഷനിൽ HR മാനേജർ എന്നുള്ളൊരു ഭാഗമാണ്. അതിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്, ചാപ്റ്റർ വൈസ് അല്ല കേട്ടോ. അതിന്റെ ഇൻട്രൊഡക്ഷൻ, HR മാനേജറിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇപ്പൊ തരുന്നത്. HR മാനേജർ നിങ്ങൾക്ക് എടുത്തിട്ടില്ലല്ലോ? ഇല്ല. അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് തരുന്നത്. ചാപ്റ്റർ വൈസ് ബുക്സ് കിട്ടിയിട്ട് ഞാൻ കൃത്യമായിട്ട് അതിന്റെ ഫോളോ അപ്പ് തരാം കേട്ടോ. അപ്പൊ മെഡിക്കൽ റെക്കോർഡ്സ് കഴിഞ്ഞ ചാപ്റ്റർ? മെഡിക്കൽ റെക്കോർഡ്സ് കഴിഞ്ഞോ? മെഡിക്കൽ റെക്കോർഡ്സ് ഏതുവരെ എടുത്തു? ഇന്ത്യയില് ഹൗ ടു ഡിസ്ട്രോയ് മെഡിക്കൽ റെക്കോർഡ്സ് വരെ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് ക്ലാസ് അറ്റൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കി തസ്കിൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? സോറി മാം, ഞാന് ലാസ്റ്റ് ടൈമിൽ എനിക്ക് കുറച്ച് ക്ലാസ് മിസ് ആയിക്കൊണ്ടായി. എന്താ ഇപ്പൊ ഏതുവരെയാണെന്നുള്ള ക്ലാരിറ്റി ഇല്ല. ലാസ്റ്റ് ഇൻഷുറൻസ് പോളിസിയാണ് ഗവൺമെന്റ് എടുത്തത്.
ഇൻഷുറൻസ് എടുത്തത്. അതാ അത് ലാസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? അതില് പിന്നെ 3 പോയിന്റ്സ് എഴുതിയിരിക്കണതില് കംപ്ലീറ്റ് ആയെന്ന് അറിയില്ല. നിങ്ങൾ 3 ആരും പോയിന്റ് പ്രോപ്പറായിട്ട് ക്ലാസ് കേൾക്കുന്നില്ലടാ. നല്ല അടി തരണം. ഞങ്ങൾക്ക് ടെക്സ്റ്റ് മിസ്സേ ക്ലാസ്സിൽ ഇതാ എടുത്തത്. പിന്നെ ഏ ഇൻഷുറൻസ് ടെക്സ്റ്റ് പോളിസി ബുക്ക് ഇല്ല. മിസ് ഇങ്ങനെ എടുത്തിട്ട് പോകും. ചാപ്റ്റർ കഴിഞ്ഞാൽ മിസ് പറയും ചാപ്റ്റർ കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ആണെന്ന്. ആ അത് ശരി. പക്ഷേ ബുക്ക് ടെക്സ്റ്റ് ബുക്ക് വേണമെന്നില്ല. ആ. ഞാന് ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് ഫോട്ടോ എടുത്ത് വിട്ടുതരാം, അല്ലെങ്കിൽ PDF ആക്കിയിട്ടോ തരാം. നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് തന്നെ പ്രിന്റ് എടുക്കോ, അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസി ലാപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ. കംപ്ലീറ്റ് ചെയ്തു. പ്രാവശ്യം എന്താ പറഞ്ഞ? ഇൻഷുറൻസ് പോളിസി അണ്ടർ ഗവൺമെന്റ് ആ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ലാസ്റ്റ് എടുത്ത ടോപ്പിക്. എന്താ ഓഡിബിൾ അല്ല, ഒന്ന് സൗണ്ട് പറയാം. ഇൻഷുറൻസ് പോളിസി അണ്ടർ ഗവൺമെന്റ് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണേ. ആ അതാണ് ലാസ്റ്റ് എടുത്ത ടോപ്പിക്. ആ ഓക്കെ ഓക്കെ. മെഡിക്കൽ റെക്കോർഡ്സ് കംപ്ലീറ്റ് ആയതാണ് അപ്പോ? മെഡിക്കൽ റെക്കോർഡ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോ സഫാന ഷെറിൻ ആ മെഡിക്കൽ റെക്കോർഡ്സിന്റെ കംപ്ലീറ്റ് ക്ലാസ് കിട്ടിയിട്ടില്ല. അതുപോലെ തസ്കിനയും കിട്ടിയിട്ടില്ല. സുൽത്താനൊക്കെയോ? സുൽത്താന വീഡിയോ ഓൺ ചെയ്തില്ലല്ലോ. സുൽത്താന ലൈനിലുണ്ടോ? ഓക്കെ ഓക്കെ. നമ്മളെന്താ അറിയോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പൊ അത് പ്രോപ്പറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. പ്രോപ്പറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബ്ലാങ്ക് അല്ലേ, പക്ഷെ നിങ്ങൾക്ക് ബ്ലാങ്ക് ആയി കഴിഞ്ഞാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും, ഇൻ കേസ് നമ്മളെ ഒരു പെട്ടെന്ന് നമ്മളെ ഉപ്പയ്ക്കോ ഉമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ ബ്രദറിനോ ഹസ്ബൻഡിനോ ഒക്കെ അസുഖമായി പോകുമ്പോഴേ അങ്ങനെ ഒരു വറി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും, ഒരു ഭയം ഇല്ലേ? എന്താണ് അവരവിടെ ചെയ്യുന്നത് റിയൽ ആയിട്ട്. അപ്പൊ ആ റിയൽ ലൈഫിലൂടെ നമുക്ക് വന്ന അനുഭവത്തിലൂടെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്. മേ ബി ചിലപ്പോൾ നമ്മൾ പോയി സംസാരിച്ച സമയത്ത് നമുക്ക് നല്ലതായിട്ടുള്ള അനുഭവം കിട്ടിയിട്ടുണ്ടാവാം, മോശം അനുഭവം കിട്ടിയിട്ടുണ്ടാവാം, ഇല്ലേ? വളരെ നല്ല അനുഭവം മിക്കവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ എപ്പോഴെങ്കിലും നമുക്ക്, ഓ ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുക, ഞാൻ ഇത്രയും ടെൻഷനായി വന്നിട്ട് നമ്മൾ ക്യാഷ് കൊടുത്തിട്ടല്ലേ ഇവരുടെ സർവീസ് എടുക്കുന്നത് എന്നുള്ളൊരു ചിന്ത നമുക്ക് തോന്നിയിട്ടുണ്ടാവില്ലേ എപ്പോഴെങ്കിലും? അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വന്ന ആ അനുഭവം ഉണ്ടല്ലോ, അതിലൂടെ നമ്മൾ എങ്ങനെ ആയിരിക്കണമേ, നമ്മൾ ആ ഒരു പോസ്റ്റിൽ ഇരിക്കുമ്പോൾ, ആ ഒരു ചെയറിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം നമ്മൾ പഠിക്കണം. പിന്നീട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും റെക്കോർഡ്സ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഞാനിപ്പോ എടുക്കുന്നതിന്റെ ഒരു ഫോട്ടോ ഞാൻ ഈ ബാക്ക് ക്യാം ഒന്നാക്കി തരാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാണുന്നുണ്ടോ? അതിന്റെ ഒരു പോയിന്റ്, ഡെഫിനിഷൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് HRM ഇൻ ദ ഹോസ്പിറ്റൽ, ദെൻ കീ കമ്പോണൻസ് ഓഫ് HRM ഇൻ ഹെൽത്ത് കെയർ. അതിൽ ഏകദേശം 6 പോയിന്റ്സ് വരും. അപ്പൊ ഈ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പം വരുന്നുണ്ടെന്ന് അറിയോ? ഈ HRMന്റെ ലീഗൽ ആൻഡ് എത്തിക്കൽ കംപ്ലയൻസ് എന്നുള്ളതും, അതുപോലെ തന്നെ എംപ്ലോയി എൻഗേജ്മെന്റ് ട്രാൻസാക്ഷൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സ്റ്റാഫിംഗ് സ്ട്രാറ്റജി വസ്തു, ലീഗലായിട്ട് വരുന്ന കാര്യങ്ങളിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട് എല്ലാം നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. അപ്പോൾ ഇൻഷുറൻസിന്റെ കാര്യങ്ങളും കൂടെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. HR മാനേജറുടെ ചാപ്റ്ററിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ എഴുതുകയാണോ ചെയ്യാറ് നോട്ട്സ്? ലെക്ചർ നോട്ട് എഴുതാറുണ്ട്. പിന്നെ അല്ലാതെ പ്രോപ്പർ നോട്ട് മാം PDF ആയിട്ട് സെൻഡ് ചെയ്ത് തരും, ഓരോ ചാപ്റ്റർ വൈസ്. ഓക്കെ ഓക്കെ. ചാപ്റ്റർ വൈസ് ആണ് സെൻഡ് ചെയ്ത് തരാം അല്ലേ? ഇപ്പൊ ലാസ്റ്റ് ടൈം 2-3 ചാപ്റ്റേഴ്സ് ഒക്കെ ഒരുമിച്ചായിരുന്നു സെൻഡ് ചെയ്തത്. ഞാൻ ഫസ്റ്റ് ടൈം ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്യും, അതിന് നോട്ട് സെൻഡ് ചെയ്യും, ആ ഒരു ഇല്ലായിരുന്നു. ലാസ്റ്റ് ടൈം ഇപ്പൊ കുറച്ചൊരു സ്പീഡ് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായോ?
മനസ്സിലായോന്ന് ചോദിച്ചാൽ എനിക്ക് ഒരുപാട് ഇടക്ക് വെച്ചിട്ട് കുറെ ക്ലാസ്സസ് ഇങ്ങനെ മിസ്സായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കണ്ടിന്യൂറ്റി ആയില്ല ഞാൻ പോയത്. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. പ്രോപ്പറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്ക് അതിനെ പറ്റി കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റും. കണക്ഷൻ എനിക്ക് പ്രോപ്പറായിട്ട് ക്ലാസ്, പകുതിക്ക് വെച്ച് പോയിട്ടുണ്ട്. പക്ഷെ എന്റെ ക്ലാസ് നിങ്ങൾ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ല, അതിന്റെ ബ്ലാങ്ക് ആണ്. കാരണം ഒന്നിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് അടുത്ത് വരിക. അപ്പൊ ഞാൻ ചോദിക്കും, അടുത്ത ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യമില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതെന്ന് ആലോചിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഓക്കെ, ഇതില് ഡെഫിനിഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. Human resource management in the hospital context refers to the systematic and strategic approach to managing the diverse workforce within a healthcare institution. അതായത് ഒരു ഹോസ്പിറ്റലില് സിസ്റ്റമാറ്റിക് ആണ്, അതുപോലെ തന്നെ അവിടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അപ്രോച്ച് എടുക്കണം. എന്തില്? മാനേജിങ്ങില്. പിന്നെ വർക്ക് സ്പേസ് ഡൈവേഴ്സ് ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? HR മാനേജർ. നമുക്ക് നമ്മളെ കഴിവുകൾ കണ്ടിട്ട്, ഇപ്പൊ നമ്മള് നോർമലി ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആയിട്ട് ഫസ്റ്റ് നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടും. അവിടെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയും കണ്ടിട്ട് നെക്സ്റ്റ് ലെവൽ എന്തായിരിക്കും നമുക്ക് പ്രൊമോഷൻ വരിക? നിങ്ങൾ ഹോസ്പിറ്റലിന്റെ HR മാനേജർ ആവുക എന്ന് പറയുമ്പോൾ അവിടെയാണ് ഭയങ്കരമായിട്ട് ടാസ്ക് വരിക. Can ഒരു you please repeat? നമ്മള് ഫ്രണ്ട് ഓഫീസിലാണ് ഫസ്റ്റ് നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുക നോർമലി. കാരണം നമ്മളെ അറിയില്ലല്ലോ, ഹോസ്പിറ്റലുകാർക്ക് നമ്മളെ അറിയില്ല. ഫസ്റ്റ് ആണ് നമുക്ക് വലിയൊരു ഡ്യൂട്ടി നമ്മുടെ തലയിൽ വെച്ച് തരില്ല. അപ്പൊ ആദ്യം അവര് നമ്മളെ വാച്ച് ചെയ്യും. ഫ്രണ്ട് ഓഫീസിൽ ഒരു സ്റ്റാഫായിട്ട് നിർത്തിയിട്ട് അവിടുത്തെ നമ്മുടെ കഴിവുകളെ കുറിച്ച്, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പേഷ്യൻസിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, എങ്ങനെ ആ ഒരു ഏരിയ നമ്മൾ ഏത് രീതിയിലാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള രീതിയൊക്കെ അവർ ശ്രദ്ധിക്കും. അതിനുശേഷം നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നത് എന്തായിട്ടാണ്? HR മാനേജർ ആയിട്ട്. HR മാനേജർ ആകുമ്പോ ഇപ്പൊ നമ്മള് കണ്ടിട്ടുണ്ട് PRO അല്ലെ? PRO എല്ലായിടത്തും ഉണ്ടാവും PRO. ഈ PRO ആണ് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നോക്കുക. PROന്റെ അസിസ്റ്റന്റ് ആണ് HR ആയിട്ട് വരിക. പിന്നെ 2 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, PRO ഉണ്ടാവും, HR ഉണ്ടായിരിക്കും. വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും. ഇൻ കേസ് ചെറിയൊരു ഹോസ്പിറ്റലാണ് നമ്മൾ ആ ഹോസ്പിറ്റലിലെ HR മാനേജർ ആയിട്ടാണ് ഡ്യൂട്ടി എടുത്തതുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ വരുന്ന ഡോക്ടേഴ്സ് അന്ന് ആരൊക്കെയുണ്ട്, ഏതൊക്കെ ഡോക്ടേഴ്സ് അന്ന് ഡ്യൂട്ടി ഉണ്ട്, ആരൊക്കെ ലീവ് ഉണ്ട്, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അവിടെയൊക്കെ നമുക്ക് ആളുകളെ നിയമിക്കാം. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ 1-2 സ്റ്റാഫ് നഴ്സിനെ വെച്ചിട്ടുണ്ടാവും. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ആരൊക്കെയാണെന്ന് ലീവ്, ഇന്ന് ആരൊക്കെ ഡ്യൂട്ടിയിലുണ്ട്, ഇപ്പൊ ഓൺ ഡ്യൂട്ടിയിൽ ആരൊക്കെയാണ് ഉള്ളത്. എന്ത് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നഴ്സിംഗ് കഴിഞ്ഞാൽ അറ്റൻഡേഴ്സ് ആരൊക്കെയാണുള്ളത്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ആരൊക്കെയുണ്ട്, ക്ലീനിങ് സ്റ്റാഫ്സ്, ക്ലീനിങ് ഹെഡിനോട് ചോദിക്കാം ഇന്ന് ആരൊക്കെയാണ് ക്ലീനിങ് സ്റ്റാഫ് ആയിട്ടുള്ളത്, അവിടെ ഏത് ഭാഗമാണ്, ഏതെങ്കിലും ഭാഗത്ത് പ്രശ്നങ്ങളുണ്ടോ, പൈപ്പ് ലീക്ക് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഇതൊക്കെ ആരറിയണം? HR മാനേജർ അറിയണം. അവിടെ ഏതെങ്കിലും രീതിയിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ നികത്തേണ്ടത് ആരാണ്? HR മാനേജറാണ്. വലിയ ഒരു ഡ്യൂട്ടിയാണ് HR മാനേജർ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മള് ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ്, ദെൻ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കോഴ്സുകൾ വരുന്നു. പക്ഷെ ഇതിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനൊന്നും ഉയർച്ച ഉണ്ടാവില്ല. പക്ഷെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഈ ഡിപ്ലോമ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്ക് ഡൈവേർട്ട് ആവാം. നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ പേഴ്സണാലിറ്റി, ഇത് ഡെവലപ്പ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഫേസ് ടു ഫേസ് സംസാരിക്കണം, കണ്ണിൽ നോക്കി സംസാരിക്കണം. നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഓഫ്ലൈൻ സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അവരുടെ യൂണിഫോം ശ്രദ്ധിച്ചിട്ടില്ലേ? എന്താണ്? കോട്ടും പാൻറ്റും അല്ലെ? ആ പെർഫെക്റ്റ് യൂണിഫോം, അതിൽ നമ്മൾ കംഫർട്ടാണ്.
അവിടെ കംഫർട്ടായിട്ട് നമുക്ക് ഒരാളുടെ മുമ്പിലും നല്ല സ്റ്റേൺ ആയിട്ട് നിന്നിട്ട് സംസാരിക്കാൻ പറ്റണം. നമ്മളെ അടുത്ത് പോരായ്മകളുണ്ട്. ഇപ്പൊ നമ്മുടെ സ്റ്റാഫിന്റെ അടുത്ത് പോരായ്മയുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ ആ സ്റ്റാഫിനെ കുറ്റപ്പെടുത്തിയിട്ടല്ല. അവിടെ സ്റ്റാഫിനെയും കുറ്റപ്പെടുത്തരുത്, എന്നാലോ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സിനോ അവർക്കും ഒരു പ്രശ്നം ഉണ്ടാകും. ആ രീതിയിൽ വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. കാരണം നമുക്ക് എന്താ വേണ്ടത്? പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ വരണം, അവിടെ നമുക്ക് ഇച്ചിരി ബിസിനസ് നടക്കണം. അപ്പൊ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ടാവും. ഹോസ്പിറ്റലിൽ നമ്മൾ പോവും, മെഡിസിൻ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിക്കില്ല, നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം. അല്ലെങ്കിൽ അവിടെ അപ്പുറത്ത് ഇതിനേക്കാൾ വില കുറവിൽ കിട്ടുന്ന മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, അവിടെ നിന്ന് വാങ്ങിക്കാം. ആ സമയത്ത് നമ്മൾ അവിടെ ഒരു HR നമ്മളവിടെ ഉണ്ടെങ്കിൽ പേഷ്യൻസിനെ കാണിച്ച് ഡോക്ടറെ കാണിച്ച് ഇറങ്ങി ഷീറ്റുമായിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്ന, ഓ മാം കാണിച്ചില്ലേ? ഓ, കാണിച്ചു. എന്ത് പറഞ്ഞു ഡോക്ടർ? ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, മെഡിസിൻ എഴുതിയിട്ടുണ്ട്. മാം ഇത് ഫാർമസിയിൽ മെഡിസിൻ ഉണ്ട്, വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആ തന്മയത്വത്തോടു കൂടി ഫാർമസിയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി അവർക്കുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ എന്ത് സ്നേഹം അവർക്ക്, നമ്മളോടൊക്കെ എന്തൊരു സ്നേഹമാണ്. പക്ഷെ അവിടെ എന്താ വേണ്ടത്? അവിടെ ബിസിനസ് നടക്കണം. ബിസിനസ് നടന്നെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? നമുക്ക് ബെനിഫിറ്റ് ഉണ്ടായിരിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ജോലി ആദ്യം തെറിക്കും. അങ്ങനെ പുറത്തു പോകുന്ന ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോ അധികം ഒരു പകുതി worried ആയിട്ടേക്കും പോവാ. അത് നമ്മൾ ഡോക്ടറെ കണ്ട് പിന്നെ നമ്മൾ ഈ മെഡിസിൻ വാങ്ങുന്ന തിരക്കിലായിരിക്കും. സത്യം പറഞ്ഞാൽ ഇവരൊന്നും അധികം ശ്രദ്ധിക്കാറില്ല. പക്ഷെ റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾ ഈ വെയിറ്റ് ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് അവരെ നമ്മൾ നല്ലോണം നിരീക്ഷിക്കും. പക്ഷെ നമ്മൾ ഡോക്ടറെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളായ ഹറിയിൽ നമ്മൾ തിരിച്ചു പോകും. അതെ. അതിപ്പോ പക്ഷെ മാം ചോദിച്ച കൊച്ചുപോലെ കാര്യമുണ്ടല്ലോ, ഈ കാര്യം കിട്ടിയോ വാങ്ങിയോ എന്നൊക്കെ ഈ ചോദ്യങ്ങൾ ഏറ്റവും കൂടുതലും ഷോപ്പിങ്ങിന് പോകുന്ന ടൈമിലാണ് അനുഭവം. അപ്പോഴേ ശ്രദ്ധിക്കാറുള്ളൂ. അത് കറക്റ്റാ. ഷോപ്പിങ്ങിന് നമ്മൾ ഒന്നുകൂടെ റിലാക്സ്ഡ് ആണ്. നമുക്ക് ടെൻഷൻ ഫ്രീ ആണ്. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ നമ്മൾ ടെൻഷനിലാണ്. അപ്പൊ നമ്മുടെ ടെൻഷൻ കുറയ്ക്കാനുള്ള ഒരു തീമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. കയറി വരുമ്പോ തന്നെ പല ഹോസ്പിറ്റലുകളും ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളുണ്ട്, വലിയ വലിയ ഹോസ്പിറ്റലുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? മാം ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോകുന്നത്? എന്താ അസുഖം? ഇനിയിപ്പോ നമ്മൾ പറയാണ്, ഞാനിപ്പോ ഇന്ന അസുഖം കൊണ്ടാണ് വന്നത്, ഇപ്പൊ ഏത് ഡോക്ടറാണ് നല്ലത്? നമ്മൾ അവരോട് സജഷൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർ പറയും, ഇന്ന ഡോക്ടറെ കാണിച്ചോളൂ മാം, ഫസ്റ്റ് ഫ്ലോറിലാണേ OP, ഇനി കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പം മൈത്ര ഹോസ്പിറ്റലൊക്കെ, ഇപ്പോഴത്തെ മൈത്ര എങ്ങനെ അറിയില്ല, പഴയ മൈത്ര, സ്റ്റാർട്ടിങ്ങിലെ മൈത്ര ഭയങ്കര കെയറിങ് ആയിരുന്നു പേഷ്യൻസിന്. അപ്പൊ നമ്മൾ അങ്ങോട്ട് കയറി ചെന്നാൽ തന്നെ മാം വരൂ മാം ഇവിടെ ഇരുന്നോളൂ, മാം ഏത് ഡോക്ടറെ കാണിക്കേണ്ടത്? ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്തുനിന്ന് പേപ്പർ കൊണ്ടുപോയി അവരെടുത്ത് വന്നിട്ട് ബില്ല് നമ്മളെ കൈ തന്നിട്ട്, മാം ഇനി ബില്ല് പേ ചെയ്താൽ മതി കേട്ടോ, എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് ഇരുന്നോളൂ. എത്ര കൂളാ നമ്മള്! നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ആ ക്യാഷ് നമ്മൾ അടയ്ക്കണം. പക്ഷെ എന്നാലും നമ്മുടെ അസുഖത്തിന്റെ ഒരു ഭാഗം അവിടെ റിലാക്സ്ഡ് ആണ്. നമ്മൾ പരിഗണിക്കുക എന്നുള്ളത്, പരിഗണനയാണ് ലൈഫിലെ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന കാര്യം. പക്ഷെ മാം ഇപ്പൊ പറഞ്ഞ അത്രയും പരിഗണന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിൽ മാത്രമേ കിട്ടുള്ളൂ. അൾട്ടിയിലെ കിട്ടുള്ളൂ. അവിടെയാണ് HR മാനേജേഴ്സിന്റെ കൂടുതലായിട്ട് പോസ്റ്റ് വരുന്നതും. നോർമലി പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ഹോസ്പിറ്റൽസിലൊന്നും ആകെ ഒരു HR ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ അവിടെ ഒരുപാട് HR ഉണ്ടായിരിക്കും. MBA കഴിഞ്ഞ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ് ഒത്തിരി കുട്ടികൾ അവിടെ ഉണ്ടായിരിക്കും. അവരുടെ അസിസ്റ്റന്റ് ആയിട്ടായിരിക്കും മിക്കവാറും നമുക്കൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞാൽ പോസ്റ്റിംഗ് കിട്ടുക. ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് എന്റെ ഒരു ഡൗട്ട് ചോദിച്ചോടെ, എങ്ങനെയാ വെച്ചാൽ നമുക്കിപ്പോ ഹയർ ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഈ ഫീൽഡിൽ ഒരു ഉയർച്ച ഉണ്ടാവുമോ? ഞാനിപ്പോ +2 ആണ് എന്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉള്ളൂ, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ക്വാളിഫിക്കേഷൻ എന്താ ചെയ്യുമ്പോൾ +2 ഉള്ളൂ, തെളിവ് സഹിതം കാണിക്കാൻ. പക്ഷെ അവിടെയാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, അവര് ഫസ്റ്റ് ഇട എവിടെയാണ്? റിസപ്ഷനിലാണ്. ഇതിപ്പം ഏത് ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണെങ്കിലും റിസപ്ഷനിൽ ഇടും. ഇപ്പൊ MBA ക്വാളിഫിക്കേഷൻ നമുക്ക് ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ നമുക്ക് ജോബ് കിട്ടാണ്ടിരിക്കുമോ എന്നുള്ളൊരു അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ നമ്മളിപ്പം MBA കഴിഞ്ഞ് നമ്മളെ ഫസ്റ്റ് തന്നെ പോസ്റ്റ് ചെയ്തത് ഹോസ്പിറ്റൽ റിസപ്ഷനിലാണ്. അവിടെ ആ MBA കഴിഞ്ഞൊരു വ്യക്തിക്ക് അയാളുടെ കഴിവ് തെളിയിക്കാൻ പറ്റിയില്ല. പേഷ്യന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആൾ ഫെയിൽഡ് ആണ്. ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
അതുപോലെ തന്നെ എപ്പോഴും ആളുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന് പ്രശ്നങ്ങളാണ്. പെട്ടെന്ന് ചെയ്തു തരുന്നില്ല, എന്ത് ചോദിച്ചാലും മറുപടി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ വന്നാല് എന്ത് ചെയ്യും ഹോസ്പിറ്റലുകാര്? അവരെ പെട്ടെന്ന് ഒഴിവാക്കും, അല്ലെ? അതേസമയം +2 കഴിഞ്ഞ് നമുക്ക് അവിടെ ഒരു ജോലി കിട്ടി, ഒരു അവസരം കിട്ടി. ഉം. നമ്മളെ പേഴ്സണാലിറ്റി, നമ്മുടെ സംസാരം, ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മളോട് പല ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും, തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. അവിടെ കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ റീപ്ലൈ കൊടുക്കുക, നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യുക, കഴിയുന്നതും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കാൻ ശ്രമിക്കുക. മാക്സിമം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവണം. നമ്മൾ +2 ക്വാളിഫിക്കേഷൻ അല്ല നോക്കുക, നമുക്ക് പണി അറിയാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. MBA കഴിഞ്ഞ ആളുടെ അടുത്തും ബിസിനസ് അഡ്മിനിസ്ട്രേഷനും അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക്കിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. പക്ഷെ അവിടെ പണി അറിയുന്ന ആളാണോ? പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവരുമായി കമ്മ്യൂണിക്കേഷൻ ഏത് രീതിയിൽ നമ്മൾ ചെയ്യുന്നു? അവരെ നമുക്ക് അവിടെ പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ടോ? ഒരു തവണ നമ്മുടെ അടുത്തേക്ക് വന്ന ഒരാൾ നമ്മളെ പരാതി പറയാതെ, ഇപ്പൊ പലരും ഒരു സ്ലിപ്പൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ വന്നതിന് സാറ്റിസ്ഫൈഡ് ആണ്, ഞങ്ങളുടെ സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പൊ അതിലൊക്കെ കൃത്യമായിട്ട് എനിക്ക് ഇന്ന ഏരിയയിൽ പോയപ്പോൾ റിസപ്ഷനിസ്റ്റിന്റെ സർവീസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ള രീതിയിൽ ആരെങ്കിലും എഴുതിയിട്ട് അത് നോക്കുന്നത് ആരാണ്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പ്രൊമോഷന് സാധ്യതയുണ്ട്. ഞാൻ സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിലുണ്ടാവും, കോഴ്സിന് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടാവണം. പക്ഷെ അങ്ങനെയൊക്കെ എല്ലാരും ചെയ്യാറുണ്ടോ? അതായത് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോ അങ്ങനെയൊക്കെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനൊന്നും എഴുതിയിടാറൊന്നും ഇല്ല. ഇനി മുതൽ എഴുതിയിടണം. ഇപ്പൊ മനസ്സിലായില്ലേ സത്യം ചോദിച്ചു എന്തുകൊണ്ടാണ് വരും. ചോദിക്കുന്നത്? ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് എന്നുള്ളത്? കാരണം അവർക്ക് ആ സ്റ്റാഫിനെ അവിടെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണോ? ആ സ്റ്റാഫ് ഞങ്ങൾക്ക് മുതൽക്കൂട്ടാണോ? അതായത് ആ ഹോസ്പിറ്റലിന് അസറ്റ് ആണോ? ഹോസ്പിറ്റലാണെങ്കിലും ബിസിനസ് ആണ്. സർവീസ് നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, പക്ഷെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇപ്പോഴും മിക്കതും ക്യാഷ് കൊടുത്തിട്ടുള്ള സർവീസാണ്. പല ടെസ്റ്റുകൾക്കും ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെ? അപ്പോ അവിടെ നമ്മൾ ചോദിച്ചോളൂ. എങ്ങനെ? ഓഡിബിൾ അല്ലല്ലടാ. ഒന്നുകൂടെ സൗണ്ടിൽ ചോദിക്കോ? റേഞ്ച് ഇഷ്യൂ ഉണ്ടോ എന്നുണ്ട് സുൽത്താനയ്ക്ക്. ഇപ്പൊ പിന്നെ അഡ്മിറ്റ് ആയി പോരുന്ന സമയത്ത് അസിസ്റ്റന്റ് ആയിട്ടാണോ വർക്ക് ചെയ്യേണ്ടി വരിക? HR അസിസ്റ്റന്റ് എന്നല്ല, നമുക്ക് ഫസ്റ്റ് കിട്ടുക HR മാനേജർ ആയിട്ടല്ല. മീൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഒരൊറ്റ സ്ട്രെച്ചിൽ നമ്മൾ HR മാനേജർ അല്ല HR അസിസ്റ്റന്റോ ആയിട്ട് വർക്ക് ചെയ്യാൻ കിട്ടില്ല. നമുക്ക് ഫസ്റ്റ് എപ്പോഴും കിട്ടുക ഫ്രണ്ട് ഓഫീസാണ്. ആ ഫ്രണ്ട് ഓഫീസ് നമ്മൾ കഴിവ് തെളിയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊമോഷൻ കിട്ടുള്ളൂ. അവിടെയാണ് നമ്മുടെ പോയിന്റ്. ആ ഫ്രണ്ട് ഓഫീസിൽ നിന്നിട്ട് നമ്മൾ വരുന്നവരെ ഹാൻഡിൽ ചെയ്യാനും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവരെ നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വീണ്ടും വരുത്താനുള്ള രീതിയിൽ നമ്മൾ പെരുമാറണം. അവിടെ നല്ല ഡോക്ടറായിരിക്കാം, നല്ല ഡോക്ടറാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് അസുഖമൊക്കെ ഭേദമാവുന്നുണ്ട്. പക്ഷെ ഹോസ്പിറ്റലിന്റെ സ്റ്റാഫിന്റെ പെരുമാറ്റം മോശമാണെങ്കിൽ പിന്നീട് നമുക്ക് അവിടേക്ക് പോകാൻ തോന്നില്ല. നമ്മൾ ചോദിക്കുക, അടുത്ത ചോദ്യം എന്ത്, സാർ ഈ ഹോസ്പിറ്റലിലല്ലാതെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലുണ്ടോ എന്ന് ചോദിക്കും. കാരണം നമുക്ക് ആ ഡോക്ടർ സർവീസ് വേണം, പക്ഷെ ഹോസ്പിറ്റൽ നമുക്ക് കംഫർട്ട് അല്ല. പലപ്പോഴും എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഈ HR ഡിപ്പാർട്ട്മെന്റിന്റെ മോശം കൊണ്ട് ഹോസ്പിറ്റൽ നമ്മൾ ഒഴിവാക്കി പോകുന്ന ആളുകൾ. ആ ഹോസ്പിറ്റലിൽ ചെന്നൊക്കെയാണെങ്കിൽ ഡോക്ടർ ഉഷാറ്, പക്ഷെ നമ്മളവിടെ ചെന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്തോരം പ്രശ്നങ്ങളാണെന്നറിയോ, ഒന്നും മര്യാദയ്ക്ക് കിട്ടൂല, ഭയങ്കര ഡിലേ ആണ്, മെഡിസിൻ ഡിലേ ആണ്, അതുപോലെ തന്നെ അവിടെ റിസപ്ഷനിൽ നിന്നാൽ ഡിലേ ആണ്. പലപ്പോഴും നമ്മൾ തന്നെ പറയാറില്ല. ഈ ഫാർമസിയിലൊക്കെ ഒരുപാട് ഡിലേ വരുന്ന സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ ഫാർമസിയിൽ ഡിലേ വരുന്ന സമയത്ത് ഒരു 10-15 പേര് ഫാർമസിയുടെ പുറത്തുണ്ടായിരിക്കും. അവരെല്ലാം കൂടി ഗ്ലാസിന്റെ അവിടെ ഇങ്ങനെ കൂടി നിൽക്കും. ആ കൂടി നിൽക്കുന്ന സമയത്ത്
വേറെ കുറച്ച് പേഷ്യൻസ് വരുന്ന സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കാ, ഇനി മരുന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ 2 മണിക്കൂറാവും, നമ്മൾ പുറത്തു പോവുക. ആർക്കാ ബിസിനസ് നഷ്ടം? ഹോസ്പിറ്റലിനല്ല. അവിടെയാണ് നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടിയുടെ പ്രത്യേകത. ആ 15 പേരോടും നമ്മൾ ഷീറ്റ് വാങ്ങിക്കുക. ഷീറ്റ് വാങ്ങിച്ചിട്ട് അവരോട് പറയാം, നിങ്ങൾ ചെയറിലേക്ക്. അവിടെ നമ്മൾ ക്യാഷിൽ ആരാണോ ഉള്ളത് അവർക്ക് ഓർഡർ ചെയ്തിട്ട് 1-2 പേര് ക്യാഷിലുണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ച് നമ്മൾ അവരെ വിളിച്ചിട്ട് അവരോട് മെഡിസിനെ കുറിച്ച് പറയാനും ബില്ലടയ്ക്കാനും പറയാം. എന്നിട്ട് അവിടെ കൂടി നിൽക്കാതെ നിങ്ങൾ സീറ്റിലിരുന്നു. അപ്പൊ നോർമലി ഒരു ഡോക്ടറെ കാണിച്ചു വരുന്ന പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ വലിയ കുഴപ്പമില്ല, ഇവിടെ തിരക്കൊന്നുമില്ല, നമുക്ക് കുറച്ചു നേരം ഇരുന്നാലും പെട്ടെന്ന് തന്നെ മെഡിസിൻ കിട്ടും. ഈ ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് നമ്മളെ മെഡിക്കൽ അതായത് ഫാർമസി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരു ഹറിബറി ഉണ്ടായിരിക്കും ഈ കുട്ടികൾക്ക്, എടുക്കുന്ന കുട്ടികൾക്ക്. ആ കൂടെ പുറത്തുനിന്ന് ഇങ്ങനെ ബഹളാണ്. അത് ഞാൻ എത്ര നേരമായി ഇവിടെ നിൽക്കുന്നത്, എന്റെ ഷീറ്റ് എടുത്ത് നിങ്ങളെ ഷീറ്റ് ഏതാ, അപ്പൊ മറ്റേ ഷീറ്റ് അവിടെ ഡിലേ ആയി. അത് ഇല്ലാണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റും ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് നമ്മുടെ HR-ന്റെ ഡ്യൂട്ടിയാണ്. ആ ഒരു രീതിയിലാണ് നമ്മളും പോവേണ്ടത്. അപ്പോൾ സ്ട്രാറ്റജിക് വർക്ക് ഫോഴ്സ് പ്ലാനിങ്, ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക. ഏത് രീതിയിലാണോ നമുക്ക് അവിടെ വർക്ക് കിട്ടുന്നത് ആ ഒരു വർക്കിന് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക. ആ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് ബൈസ്റ്റാൻഡേഴ്സിനെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പ്രൊഫഷന്റെ ഒരു സ്കില്ലാണ് അവിടെ കാണിക്കുന്നത്. ആ പ്രൊഫഷന്റെ സ്കിൽ ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പൊ തസ്കീനയാണ് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ തസ്കീന ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെങ്കിൽ എന്താ പറയാ, നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പറയും, ആ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടി കൊള്ളാം കേട്ടോ, അവളെ നമുക്ക് തിരക്കുള്ള മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രൊമോഷൻ കൊടുക്കുക. അപ്പൊ അവിടെ നമുക്ക് നമ്മുടെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൊമോഷൻ കിട്ടും. അതുപോലെ തന്നെ നമ്മൾക്ക് താഴെ ഒത്തിരി സ്റ്റാഫുകളെയും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് ക്വാളിഫിക്കേഷനേക്കാളും ഇമ്പോർട്ടന്റ് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ളത്. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമുക്കൊരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഓൺലൈനായിട്ട് ഡിഗ്രി എടുക്കാം, ചെയ്തൂടെ? അതുപോലെ തന്നെ നമ്മളെ സംസാരം വളരെ ഫ്ലുവൻ്റ് ആയിട്ട്, മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാം. മലയാളം നമ്മൾ ഒരിക്കലും കൊളോക്കിയൽ ലാംഗ്വേജ് യൂസ് ചെയ്യരുത്. ഏതൊരു ഓഫീസിലാണെങ്കിലും ശരി, നമ്മുടെ നാടിന്റെ ഒരു ഭാഷ ഉണ്ടാവും അല്ലെ. കണ്ണൂരും മലപ്പുറം കോഴിക്കോടും ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഒരു ഭാഷയിലല്ലാതെ എപ്പോഴും ഒരു ഒഫീഷ്യൽ ലാംഗ്വേജിൽ നമ്മൾ സംസാരിക്കാം. ഇപ്പൊ ഞാൻ മലപ്പുറം ജില്ലക്കാരിയാണ്, പക്ഷെ എന്റെ സംസാരം കേട്ടാൽ പലരും ചോദിക്കുന്നത് എവിടെയാണ്, കാരണം മനസ്സിലാവില്ല. ആ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജിലേക്ക് നമ്മൾ സംസാരം കൊണ്ടുവരണം. ഏതൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ശരി, നമ്മൾ കൊളോക്കിയൽ ലാംഗ്വേജ് ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ് ഒരിക്കലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരരുത്. വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. തലേ ദിവസം ഹസ്ബൻഡായിട്ട് നന്നായിട്ട് അടിയും വഴക്കും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മേ ബി വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഉമ്മയുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടാവും, അമ്മായിയുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നും നമ്മൾ എവിടെ കാണിക്കരുത്. നമ്മൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ കാണിക്കാൻ പാടില്ല. അവിടെ നമ്മൾ ആരാണ്? അവരുടെ മുമ്പിൽ നമ്മൾ അവിടുത്തെ സ്റ്റാഫാണ്. അവിടെ നമ്മുടെ ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മളെ മുമ്പിൽ വരുന്ന പേഷ്യൻസിന്റെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സിന്റെ ഇമോഷൻസിനാണ് ഇമ്പോർട്ടന്റ്. നമുക്ക് മാനേജ്മെന്റിന്റെ മുമ്പിൽ ആൻസർ പറയണം. മാനേജ്മെന്റിൽ ആരെങ്കിലും വന്നിട്ട് നമ്മളോട് സംസാരിക്കുമ്പം അവിടെ നമ്മുടെ ഇമോഷൻസിന് കാണിക്കാൻ പാടില്ല. എനിക്കിത് ഭയങ്കര തലവേദന, അതുകൊണ്ട് ഞാൻ അവരോട് സംസാരിക്കണില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം നമ്മുടെ ഡ്യൂട്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ ഡ്യൂട്ടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും അവിടെ നമ്മുടെ ഒരു പ്രൊഫഷണൽ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പം സ്റ്റാഫിന് ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പം കുറഞ്ഞ സ്റ്റാഫാണ് പക്ഷെ കൂടുതൽ പേഷ്യന്റ് ഉണ്ട്, ചെറിയൊരു ഹോസ്പിറ്റൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അവിടെ 2 ഡോക്ടേഴ്സും 4 നേഴ്സും 2 അറ്റൻഡേഴ്സും കൂടെ നിങ്ങൾ മാത്രമാണ് ഓഫീസ് സ്റ്റാഫ് എന്നുണ്ടെങ്കിൽ, ആ 2 ഡോക്ടേഴ്സ് നന്നായിട്ട് എഫിഷ്യന്റ് ആണ്, നല്ല രീതിയിൽ തന്നെ പേഷ്യന്റ് വരുന്നുണ്ട്, അവർക്ക് പെട്ടെന്ന് തന്നെ മാറുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക്
മെഡിസിൻ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ പേഷ്യന്റിന്റെ കൂടി സ്ട്രെങ്ത് കൂടി കഴിഞ്ഞാൽ നമുക്ക് മാനേജ്മെന്റിനോട് ആവശ്യപ്പെടാം, ഇവിടെ നമുക്ക് സ്റ്റാഫ് ഇനിയും വേണം, നഴ്സിംഗ് സ്റ്റാഫ് വേണം, ഫാർമസിയിൽ സ്റ്റാഫ് വേണം, ഫ്രണ്ട് ഓഫീസിൽ സ്റ്റാഫ് വേണം. അവിടെ ആരാണ് പറയേണ്ടത്? നമ്മളാണ് പറയേണ്ടത്. ഹോസ്പിറ്റലിന് എന്താണോ ആവശ്യം അത് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തുക. മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല HR-നാണ്. ദെൻ അവിടെ ഓരോ ട്രെൻഡ്സ്, ഈ ഹോസ്പിറ്റലിന്റെ ട്രെൻഡ് ഉണ്ടല്ലോ, ഡ്രസ്സിന്റെ ട്രെൻഡ് വേറെ, ഈ ഹോസ്പിറ്റലിന്റെ ട്രെൻഡ് വേറെ. പണ്ട് ഇപ്പൊ നമുക്ക് എക്സ്റേ മതിയായിരുന്നു, എക്സ്റേയിൽ തന്നെ രോഗനിർണയം നടത്തും. പിന്നീട് അത് സ്കാനിങ്ങിലോട്ട് വന്നു. അപ്പൊ സ്കാനിങ്ങിലോട്ട് വന്ന സമയത്ത് നമ്മൾ എന്ത് പറയും? ആ ഹോസ്പിറ്റലിൽ എക്സ്റേ മാത്രമേ ഉള്ളൂ, അപ്പൊ ഞങ്ങൾക്ക് എക്സ്റേ സ്കാനിങ് ഉള്ള മറ്റേ ഹോസ്പിറ്റലിൽ പോകട്ടോ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സ്കാനിങ് ഡെവലപ്പ് ചെയ്യണം. പിന്നീട് അത് MRIയിലോട്ട് വന്നു, CT വന്നു, CT കഴിഞ്ഞ് MRI വന്നു. ഇതൊക്കെ ഹെൽത്ത് കെയർ മേഖലയിൽ വന്ന ചേഞ്ചസ് ആണ്. ഇപ്പൊ AI ഉപയോഗിച്ച് റോബോട്ടിക് സർജറി വരെ എത്തി. അപ്പൊ അതിനനുസരിച്ച് ഹോസ്പിറ്റലിലും നമ്മൾ ഈ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാണ്ടിരുന്നാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിനെ അകറ്റും. അവിടെ ഒരു സൗകര്യം ഇല്ല. ICU ഒരുക്ക 100 ഇരിക്കണം ICU ഉള്ളതെന്നൊക്കെ പറഞ്ഞ് പോവാതിരിക്കുന്ന എത്രയോ പേഷ്യൻസ് ഉണ്ടാവില്ലേ? പിന്നെ ഓപ്പറേഷൻ ടേബിൾ ക്ലീൻ അല്ല, ഗ്ലാസ് ക്ലീൻ അല്ല, ഒരു വൃത്തിയില്ല, ഇരിക്കുന്ന ചെയർ വൃത്തിയില്ല. ഇതൊക്കെ നോക്കുന്നില്ലേ ആളുകള്? ഇതൊക്കെ ആരാണ് നോക്കുന്നത്? HR മാനേജറാണ് നോക്കുന്നത്. അല്ലാതെ ഡോക്ടറോ നേഴ്സോ ഒന്നും അല്ല. മാനേജ്മെന്റ് നിയമിക്കുന്ന HR മാനേജറാണ് ഇതൊക്കെ നോക്കേണ്ടത്. അപ്പൊ അവിടെ ട്രെൻഡിനനുസരിച്ച് ഹോസ്പിറ്റൽ ചേഞ്ച് ചെയ്യേണ്ടതും HR മാനേജറുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ ബാലൻസ് ചെയ്യുക. എന്തിനെ ബാലൻസ് ചെയ്യുക? ക്ലിനിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റൂൾസിനെ ബാലൻസ് ചെയ്യണം. പേഷ്യൻസിനെ കാണിക്കാൻ വരുന്ന രോഗികൾ കൂടുതലാണ്, പക്ഷെ നമുക്ക് ഇൻകം കുറവാണ്. എന്താ കാരണം? പേഷ്യന്റ് ഡോക്ടറെ കാണിക്കുന്ന മാത്രമേ ഉള്ളൂ. ഒരു എക്സ്റേക്ക് എഴുതിയാൽ, ഒരു സ്കാനിങ്ങിന് എഴുതിയാൽ, മെഡിസിൻ എഴുതിയാൽ അവർ പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത്. അവിടെ ഹോസ്പിറ്റലിന് എന്തെങ്കിലും ഇൻകം ഉണ്ടാവും? ആകെ ഇൻകം ഉള്ളത് എന്താണ്? ഈ ഡോക്ടർക്ക് അടയ്ക്കുന്ന ഫീസ് മാത്രം. അതിന് ഡോക്ടർക്ക് സാലറി കൊടുക്കണം. ഈ ഡോക്ടേഴ്സിനൊക്കെ എല്ലായിടത്തും മന്ത്ലി സാലറി എന്ന് പറഞ്ഞല്ല, ആ ഒരു ദിവസം എത്ര പേഷ്യൻസ് ആണോ ഡോക്ടർ നോക്കാൻ വരുന്നത് അതിന്റെ ഒരു പ്രൊപ്പോർഷൻ ആണ് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ആ ഒരു പ്രൊപ്പോർഷനിൽ സാലറി കൊടുക്കുന്ന സമയത്ത് ഒരു 200 രൂപയാണ് നമ്മൾ ബില്ല് അടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ 100 രൂപ ഡോക്ടർക്ക് പോകും. 100 രൂപ മാത്രമാണ് ഹോസ്പിറ്റലിന് കിട്ടുന്നത്. അപ്പൊ ഈ ഹോസ്പിറ്റലിലെ സൗകര്യങ്ങൾ കുറവാണ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തുരുമ്പെടുത്ത ഒരു നീറ്റ് ആൻഡ് ക്ലീൻ അല്ലാത്ത രീതിയിലാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി മാത്രം പേഷ്യൻസ് അവിടെ വരും, ബാക്കിയുള്ളതിനെല്ലാം പുറത്തു പോകും. അവിടെ ഏറ്റവും കൂടുതലായിട്ട് ലോസ് വരും, നഷ്ടം വരും. അതിനും ആൻസർ പറയേണ്ടത് ആരാണ്? HR മാനേജറാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഹോസ്പിറ്റലിനെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആളുകളെ ആകർഷിക്കുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസും ആർക്കുണ്ട്? HR മാനേജർക്കുണ്ട്. മേ ബി നമ്മളൊരു HR മാനേജർ അല്ലെങ്കിൽ പോലും നമുക്ക് HR മാനേജറെ അസിസ്റ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടിയെങ്കിലും കിട്ടും. ദെൻ റിക്വയർമെന്റ് ആൻഡ് സ്റ്റാഫിംഗ്, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമുക്ക് സ്റ്റാഫിന്റെ റിക്വയർമെന്റ് വേണ്ടത് നമ്മൾ അറിയിക്കണം. അതുപോലെ തന്നെ അതിനുള്ള ഇന്റർവ്യൂ അറേഞ്ച് ചെയ്യണം. പിന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം ക്വാളിഫൈഡ് എന്ന് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, പേഷ്യൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരെ സിമ്പതിയോടെയും എമ്പതിയോടെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിലോ അങ്ങനെ ഒരാളെ നമുക്ക് കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. ഒരു നേഴ്സിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്തു, ഹൈലി ക്വാളിഫൈഡ് ആണ്, BSc നഴ്സിംഗും MSc നഴ്സിംഗും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ വിദേശത്ത് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. പക്ഷെ അവർക്ക് നമ്മുടെ പേഷ്യൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ അവരാണ് വലുത്, ഡോക്ടറെക്കാളും മേളിലാണ് ഞാൻ എന്നുള്ളൊരു ഭാവത്തിലാണ് ആ നേഴ്സ് പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അവിടെയും പ്രോബ്ലംസ് ഉടലെടുത്തില്ലേ? ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ആരാണ് മെനക്കിടുക? ഡോക്ടറല്ല മെനക്കിടുക, HR ആണ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ ഹൈലി ക്വാളിഫൈഡ് ആണെങ്കിൽ പോലും അവിടെ എന്ത് വേണം? എംപതിയും സിമ്പതിയും ഒക്കെ ആൾക്കുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം.
നെക്സ്റ്റ് വരുന്നത് എപ്പോഴും ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനെ സക്സസ് ആക്കാൻ ഈ HR മാനേജർക്കാണ് കഴിയുക. അവിടെ ആ HR മാനേജറുടെ ഡ്യൂട്ടി വളരെ വലുതാണ്. പിന്നെ വരുന്നത് ഈ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിൽ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. പ്രൊമോഷൻ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ക്ലീനിങ് സ്റ്റാഫിനെ അറ്റൻഡറായിട്ട് പ്രൊമോട്ട് ചെയ്യാണ്. ആ ക്ലീനിങ് സ്റ്റാഫിനെ അറ്റൻഡറായിട്ട് പ്രൊമോട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ആ ക്ലീനിങ് സ്റ്റാഫ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ക്ലീനിങ് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ക്ലീനിങ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് പേഷ്യൻസുമായിട്ടും ബൈസ്റ്റാൻഡേഴ്സുമായിട്ടും ഒക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ വാച്ച് ചെയ്യുക അവര് പെർഫെക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ അവർക്കൊരു അറ്റൻഡർ ജസ്റ്റ് വീൽ ചെയർ ഉന്തി കൊണ്ടുപോകാനും അതുപോലെ സ്ട്രക്ചർ കൊണ്ടുപോകാനൊക്കെ ഉള്ള ഒരു ഡ്യൂട്ടി അവർക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഈ പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട്. അതിൽ ആ ക്ലീനിങ് സ്റ്റാഫിന് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കിട്ടണം. ഓപ്പറേഷൻ തിയേറ്ററിന്റെ ക്ലീനിങ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കും. വളരെ ചെറുതായിട്ടും ഷാർപ്പായിട്ടും ഒക്കെയുള്ള എക്യുപ്മെന്റ്സ് അതൊക്കെ ഹാൻഡിൽ ചെയ്തിട്ട് കഴിവും പരിചയമുള്ള ആളായിരിക്കണം ആ സ്റ്റാഫ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മളാണ്, അതായത് HR മാനേജേഴ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ദെൻ നമ്മൾ പുതിയൊരു സ്റ്റാഫിനെ, പുതിയൊരാളെ നമ്മൾ അപ്പോയിന്റ് ചെയ്തു. അവിടെ ആ അപ്പോയിന്റ് ചെയ്ത ആ സ്റ്റാഫ് എങ്ങനെയാണ് പേഷ്യൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, അതുപോലെ തന്നെ സമയത്തിന് വരുന്നുണ്ടോ, കറക്റ്റ് ടൈമിനാണോ പോകുന്നത് എന്നുള്ളതെല്ലാം നോക്കേണ്ടതും HR മാനേജറുടെ ഡ്യൂട്ടിയാണ്. അതാണ് റിക്വയർമെന്റ് ആൻഡ് സ്റ്റാഫിംഗ് എന്നുള്ള പോയിന്റ് വരുന്നത്. ദെൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. അവിടെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് മെഡിക്കൽ ടെക്നോളജിയിൽ ട്രെയിനിങ് കൊടുക്കണം. ഇപ്പോൾ പുതിയൊരു മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്തു. പുതിയൊരു മെഷീൻ ഇംപ്ലിമെന്റ് പുറത്തുനിന്നൊക്കെ വിദേശത്തു നിന്നൊക്കെ മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്തതാണ്. പക്ഷെ ഈ മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് വർക്ക് ചെയ്യിക്കുന്ന ആളുണ്ടോ എന്ന് നമ്മൾ നോക്കാറില്ല. ആദ്യം നമ്മൾ മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യും. പിന്നീട് ആ മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ട്രെയിനറെ പിന്നീടാണ് നോക്കുന്നത്. അപ്പൊ മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ട്രെയിനർ എത്രത്തോളം പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ ആ മെഷീനെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള A to Z കാര്യങ്ങൾ അവൻ അറിയാമോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? HR ആണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാഫിന് ഒരു ട്രെയിനിങ് സെഷൻ കൊടുക്കണം. എല്ലാ സ്റ്റാഫിനും ട്രെയിനിങ് സെഷൻ മാത്രമല്ല, ഭയങ്കര ഡെസ്പായിരിക്കും. ഇപ്പൊ പലപ്പോഴും ഈ 3 ഡ്യൂട്ടിയാണ് ഇപ്പൊ നോർമലി നഴ്സുമാർക്കുള്ളത്. പക്ഷെ എന്നിരുന്നാലും ഇവർക്ക് ഈ വീട്ടിലെ പ്രോബ്ലംസും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ പ്രോബ്ലംസും എല്ലാം കൂടെ ആകെ കൂടെ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിരിക്കാം. ആ സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു റിലാക്സേഷൻ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? HR മാനേജറുടെ ഡ്യൂട്ടിയാണ്. അവിടെ കൃത്യമായിട്ട് സ്റ്റാഫിന്റെ മെന്റൽ ഹെൽത്ത് ബാലൻസ് ചെയ്യുക, അവരെ ഹാപ്പി ആയിട്ടിരുത്തുക. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, ഇപ്പം ഇൻ കേസ് ഫിനാൻഷ്യലി പ്രോബ്ലം ആണ്, ഫിനാൻഷ്യലി പ്രോബ്ലം ആകുമ്പോൾ അവർക്ക് അവരുടെ സഹപ്രവർത്തകരോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം അവരുടെ ഹെഡ് ആയിട്ടുള്ള ഈ HR പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത മാസത്തെ സാലറി ഈ മാസം കൂട്ടി തരുമോ, എന്നാലും എനിക്ക് ഇന്ന പ്രോബ്ലം ഉണ്ട് എന്നൊക്കെ പറയാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം നമ്മൾ അവിടെ കൊടുക്കണം. ഒരിക്കലും ഒരു കാർക്കശ സ്വഭാവത്തിലോ അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തുന്ന രീതിയിലോ പെരുമാറാൻ പാടില്ല. വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവരെ കേട്ട് മനസ്സിലാക്കി നമ്മളെ കൂടെ നിർത്തിയെങ്കിൽ മാത്രമേ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിന് അസറ്റായി തീരുകയുള്ളൂ. അല്ലെങ്കിൽ അവരാർക്കോ വേണ്ടി ജോലി ചെയ്യും. ഇപ്പം ചില ഹോസ്പിറ്റലുകളിലൊക്കെ ഈ HR മാനേജറുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ട് ഹോസ്പിറ്റൽ ഉപകരണങ്ങൾ നശിപ്പിച്ചു വരെ പോകുന്ന സ്റ്റാഫ് ഉണ്ട്. അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കുള്ളതാണ്? HR-നുള്ളതാണ്. അപ്പൊ ഈ HR-ഉമായിട്ടാണ് പ്രശ്നം. അപ്പൊ ഹോസ്പിറ്റൽ ഉപകരണം നശിപ്പിച്ചു കഴിഞ്ഞാൽ HR ആണ് പൈസ അടയ്ക്കേണ്ടത്. അറിയുന്ന സ്റ്റാഫ് അവരുമായിട്ട് ഉള്ള പ്രശ്നത്തിന് ഈ ഉപകരണം നശിപ്പിച്ചു പോകും. അപ്പൊ അതൊക്കെ നമുക്ക് വലിയൊരു ടാസ്ക്കാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഈ HR-ൽ വരുന്നതാണ്. ഈ നെക്സ്റ്റ് വരുന്നത്
മെഷീൻസ് കേട് വന്നാൽ നന്നാക്കാം. എക്സ്റേ മെഷീൻ കേട് വന്നു. എക്സ്റേ മെഷീൻ കേട് വന്നിട്ട് നമ്മളെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. HR മാനേജ്മെന്റിനെ ഇൻഫോം ചെയ്തു. മാനേജ്മെന്റ് പറയാണ് ഓക്കെ വേണ്ടത് ചെയ്തോളൂ, ബില്ല് തന്നാൽ മതി, പേ ചെയ്യാം. അവിടെ ആ HR മാനേജർ കൃത്യമായിട്ട് ആ മെഷീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോബ്ലം വരുന്നത് ഇയാൾക്കാണ്. ഇപ്പൊ HR മാനേജർ പിന്നെ ടെക്നീഷ്യനെ വിളിച്ച് പറഞ്ഞു, ടെക്നീഷ്യൻ വരാൻ ഡിലേ ആയി, എന്നാലും പ്രശ്നം ആർക്കാണ്? HR മാനേജറിനാണ്. പക്ഷെ അപ്പോഴാണ് നമ്മൾ നമ്മുടെ കഴിവ് തെളിയിക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. നമ്മൾ നമ്മുടേതായിട്ടുള്ള കഴിവ് തെളിയിച്ച് കൃത്യമായ രീതിയിൽ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്തെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ആ ഹോസ്പിറ്റലിന് കൃത്യമായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഹോസ്പിറ്റലിന് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫിനും ബെനിഫിറ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഇന്ന് ഇത്രയും പോയിന്റ്സ് പറഞ്ഞുതരാം. അടുത്ത ക്ലാസ്സിൽ ബാക്കി പറയാം. ഇന്നത്തെ ക്ലാസ്സിലുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തോളൂ. ഞാൻ ഇന്ന് ഇത് പറഞ്ഞ നോട്ട്സ് ജസ്റ്റ് 6 പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇതിലിപ്പം നമ്മൾ 3 മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. HRM-ന്റെ അത് ഞാൻ വിട്ടുതരാം. ഞാൻ ഓരോ ദിവസത്തെ ക്ലാസ്സിൻ്റെ നിങ്ങൾക്ക് ഓരോ ദിവസം കിട്ടിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഒരു റെക്കോർഡ് മേക്ക് ചെയ്യാൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളൊരു പേരിൽ ഒരു റെക്കോർഡ് നിങ്ങൾ വാങ്ങിക്കുക. ഈ റെക്കോർഡിൽ നിങ്ങൾക്ക് വരുന്ന ഓരോ പോയിന്റ്സ് വരുന്നില്ലേ, അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട്, അതുപോലെ മെഡിക്കൽ റെക്കോർഡ്സ്, ഇൻഷുറൻസ് പോളിസി, HR മാനേജർ, ഇങ്ങനത്തെ ഒക്കെ വരുന്നത്. അതിനെ കുറിച്ചൊക്കെ ഒന്ന് നിങ്ങൾക്ക് ക്ലാസ് കിട്ടിയിട്ടുണ്ടാവും. കൂടാതെ ജസ്റ്റ് നെറ്റിൽ സെർച്ച് ചെയ്യുക, എന്നിട്ട് ആ റെക്കോർഡ്സ് എഴുതുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണെന്നുള്ളത്, ഇപ്പം നെറ്റിൽ സെർച്ച് ചെയ്യേണ്ട, ഞാൻ തന്നെ നോട്ട്സ് വിട്ടുതരാം. ആ നോട്ട്സ് നിങ്ങളൊന്ന് റെക്കോർഡ്സിലോട്ട് പകർത്തിയെടുത്ത്. അഡ്മിനിസ്ട്രേഷനിൽ തന്നെ ഡിഫറെന്റ് പോയിന്റ്സ് ഉണ്ട്. അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കമ്പോണൻസ് ഉണ്ട്. അപ്പൊ അത് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, അതൊക്കെ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നതാണ്. പിന്നെ സർവീസ് ഇൻഡസ്ട്രിയിലാണ് നമുക്ക് റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ HRM, നെക്സ്റ്റ് വരുന്നത് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഹോസ്പിറ്റലിന്റെ. ദെൻ മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ്, ഒരു ഹോസ്പിറ്റലിനെ മാർക്കറ്റ് ചെയ്യാനും ബ്രാൻഡിങ് ചെയ്യാനും. അതുപോലെ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിലാണ് മെഡിക്കൽ ഫാർമസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. പിന്നെ നബാർഡ് സ്റ്റാൻഡേർഡ് അക്രഡിറ്റേഷൻ, ഒരു ഹോസ്പിറ്റലിന്റെ അക്രഡിറ്റേഷന്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരിക്കും എന്തൊക്കെയാണെന്ന്. ദെൻ ഇൻഷുറൻസ്, ലാസ്റ്റാണ് ഇൻഷുറൻസ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, കുറെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു റെക്കോർഡായിട്ട് നിങ്ങൾക്ക് എഴുതിയാൽ ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഇപ്പോ എഴുതുന്ന റെക്കോർഡ്സ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നോർമലി നമ്മൾ സയൻസ് റെക്കോർഡ് ബുക്ക് ഇല്ലേ, ഈ സയൻസ് നിങ്ങൾ +1 +2 സയൻസ് അല്ലായിരുന്നോ? സയൻസ് എടുത്തിട്ടുണ്ടോ? സയൻസ് ചെയ്യുന്നു. ഞാൻ സയൻസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അതിൽ റെക്കോർഡ് ചെയ്തിട്ടില്ലേ? ചിത്രമൊന്നും വേണമെന്നില്ല, എഴുതിയാൽ മതി കേട്ടോ. പോയിന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സും വിട്ടുതരാം. അത് നിങ്ങൾ എഴുതിയെടുക്കണം. എഴുതിയെടുക്കാണ്ടിരുന്നാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, മാം, നമുക്ക് എക്സാമിന് എത്ര സബ്ജക്ട്സ് ഉണ്ടായി? എത്ര എക്സാം, ഓരോ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വിട്ടുതരാം ഓക്കെ കേട്ടോ. ഞാൻ നോട്ട്സ് വിട്ടുതരാം. 8:10 അടുത്തൊരു ക്ലാസ് ലിങ്കിൽ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മാം, ബൈ. താങ്ക് യു.